ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 23-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രാജകൽപ്പന, രാജധർമ്മത്തെക്കുറിച്ചാണ്. ദൈവം ഇസ്രായേലിന് രാജാവിനെ നൽകുന്നതായിരിക്കുന്ന കാലത്ത് രാജാവ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് ദൈവം തന്നെയാണ് രാജാവ്. തിയോക്രസി, ദൈവഭരണമാണ് ദൈവം അവർക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കുന്ന ഭരണം. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഭരിച്ച് പരിപാലിക്കുന്ന ആ ക്രമീകരണമെന്ന് പറയുന്നത്, ദൈവവാഴ്ചയെന്ന് പറയുന്നത് ദൈവം നിയമിച്ച രാജാവിലൂടെ ദൈവം തൻ്റെ ജനത്തെ ഭരിക്കുക എന്നുള്ളതാണ്. ദൈവം നിയമിച്ച രാജാവിലൂടെ ദൈവം തൻ്റെ ജനത്തെ ഭരിക്കുക. അപ്പോൾ അങ്ങനെ ദൈവം രാജാവിനെ നിയമിക്കുമ്പോൾ ആ രാജാവ് പാലിക്കേണ്ടതായിരിക്കുന്ന ചില പ്രത്യേക ധർമ്മങ്ങളുണ്ട്. രാജാക്കന്മാർ ശക്തന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അന്യരാജ്യങ്ങളെയും അയൽരാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കി അവരുടെ സാമ്രാജ്യം വലിപ്പപ്പെടുത്തുക എന്നുള്ളത് അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ എല്ലാ ആഗ്രഹമാണ്. അതുകൊണ്ട് അവരെ യുദ്ധങ്ങൾ ചെയ്തിരുന്നു. യുദ്ധം ചെയ്യാത്ത ഒരു രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല, യുദ്ധം ചെയ്തിരുന്നു. അപ്പോൾ ദൈവം എന്നാൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജ്യം തന്നിട്ടുണ്ട്, നിങ്ങളത് സംരക്ഷിച്ചാൽ മതി, അയൽ രാജ്യങ്ങളെ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഈ 17-ാം അധ്യായത്തിൻ്റെ 14 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേലാക്കണം, നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കണം, നിൻ്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേലാക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്, അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവനിട വരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കണം. അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ച് ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലത്തൊക്കെയും അത് വായിക്കുകയും വേണം. എത്ര മനോഹരമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് രാജധർമ്മത്തെക്കുറിച്ച്. എന്താണ് പറഞ്ഞത്? ഇസ്രായേലിന് ദൈവം ഒരു രാജാവിനെ കൊടുക്കുന്നതായിരിക്കുന്ന കാലത്ത് രാജാവ് ചെയ്യരുതാത്ത 3 കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെയ്യരുതാത്ത 3 കാര്യം എന്താ? ഒന്നാമത് പറഞ്ഞു, അവൻ കുതിരശക്തി വർദ്ധിപ്പിക്കരുത്. കുതിരകളെ അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിക്കുന്നതായിരിക്കുന്ന അവരുടെ ആയുധത്തിൽ പ്രധാനമാണ് കുതിരയെന്ന് പറയുന്നത്. രഥങ്ങളും കുതിരകളുമാണ്. ഇന്നത്തെ പോലെ ടാങ്കുകളും റോക്കറ്റുകളും ഒന്നും വന്നില്ലല്ലോ. അന്ന് പിന്നെ ഉപയോഗിക്കുന്നത് ഇതാണ്, കുതിരശക്തിയാണ് അന്നത്തെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുതിരകളെ വർദ്ധിപ്പിക്കുക. ഏറ്റവും കൂടുതൽ കുതിരപ്പടയുള്ള ആൾ ഏറ്റവും ശക്തനായ രാജാവെന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങൾ കുതിരകളെ വർദ്ധിപ്പിക്കരുത്, കാരണം നല്ല കുതിരകളെ കിട്ടുന്ന ഈജിപ്തിലാണ്. ഞാൻ മിസ്രൈമിൽ നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നതാണ്. ഇനിയും മിസ്രൈമിലേക്ക് കുതിരയെ വാങ്ങാനായിട്ട് പോകുന്നൊരു ഇടപാടരുതെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, നിൻ്റെ ആശ്രയം നിൻ്റെ ദൈവത്തിലായിരിക്കണം, കുതിരയിലാകരുത് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത്, നീ ഇസ്രായേൽ രാജാവ് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പറയണം, നീ സ്വർണം വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞു. നീ സ്വർണം വർദ്ധിപ്പിക്കരുത്, കാരണം ധനം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഭ്രമമാണ്. സ്വർണ്ണഭ്രമം അവർക്ക് ഭ്രമമാണ്. രാജാവിന് എന്തുമാത്രം സ്വർണ്ണമുണ്ട്, കാരണം സ്വർണം കൊണ്ടാണ് അന്ന് അവരെ കുതിരകളെയും രഥങ്ങളെയും ഒക്കെ വാങ്ങുന്നത്. അതുകൊണ്ട് നീ സ്വർണം വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞു. നിൻ്റെ ആശ്രയം ദൈവത്തിൽ നിന്നും പണത്തിലേക്ക് പോകും, അതാണ് ഇതിൻ്റെ കാരണം. മൂന്നാമത് പറഞ്ഞു, നീ സ്ത്രീകളെ വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞു. കാരണം സ്ത്രീകൾ നിൻ്റെ ഹൃദയത്തെ കവർന്നെടുക്കും. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വാധീനമുണ്ട്. നമുക്കറിയാമല്ലോ, ഭാര്യമാരാണെങ്കിലും നമ്മുടെ ഭാര്യമാർ നമ്മളെ സ്വാധീനിക്കുന്നവരാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതും. എന്നാൽ സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ത്രീകൾ, അന്യജാതിക്കാരികളായ സ്ത്രീകൾ അവരുടെ ദേവന്മാരിലേക്കും മറ്റും രാജാവിൻ്റെ ഹൃദയത്തെ വഞ്ചിച്ച് കൊണ്ടുപോവുകയും അവർ വിഗ്രഹാരാധന മുതലായ തിന്മകളിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നീ ചെയ്യരുതെന്ന് പറഞ്ഞു. നാലാമതൊരു കാര്യം പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞാണ്, നീ ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി പകർത്തി നിൻ്റെ കയ്യിൽ വെച്ച് കേൾക്കണം. നീ അതെപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഇസ്രായേൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം.
ദാവീദ് ഭാര്യമാരെ വർദ്ധിപ്പിച്ചിരുന്നു. ദാവീദിന് അനേക ഭാര്യമാരുണ്ടായിരുന്നു. ദാവീദിൻ്റെ മകനായ ശലോമോൻ വന്നപ്പോൾ അവനെല്ലാം കൂടെ 1000 സ്ത്രീകളാണ്, 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും. എത്ര ഭയങ്കരമാണ്! അതുപോലെ ദാവീദിൻ്റെ കാലത്ത് കുതിരകൾ, ധാരാളം കുതിരപ്പടകൾ, കുതിരകൾക്കുള്ള ലയങ്ങളൊക്കെ കെട്ടി അതുമാത്രം കുതിരകളെയാണ് കൊണ്ടുവന്നത്. അതുപോലെയാണ് രാജാവിൻ്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നാണ് പറയുന്നത്. വെള്ളിക്ക് വിലയില്ലായിരുന്നു, സ്വർണത്തിനേ വിലയുണ്ടായിരുന്നുള്ളൂ. അതുപോലെ പണം വാരിക്കൂട്ടി. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശലോമോൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവത്തിനൊട്ടും പ്രസാദമില്ലാത്തതായിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ശലോമോൻ ജ്ഞാനിയായ ശലോമോനായിരുന്നെങ്കിലും ജ്ഞാനിയായിട്ടല്ല പ്രവർത്തിച്ചത്. ദൈവം തന്നെ ആയിരിക്കണം ഇസ്രായേലിൻ്റെ രാജമഹത്വവും ശക്തിയും. അവൻ്റെ യുദ്ധങ്ങൾ കുതിരശക്തി കൊണ്ടല്ല ജയിക്കേണ്ടത്, യഹോവയുടെ ശക്തിയാലാണ്. അവൻ്റെ പ്രഭാവം സ്വർണത്തിൻ്റെ തിളക്കത്താലല്ല, ദൈവകൃപയാലായിരിക്കണം. അതുപോലെ അവൻ്റെ ആനന്ദ സ്ത്രീജനങ്ങളല്ല, ദൈവവചനമായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ ശലോമോൻ അതെല്ലാം ലംഘിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? അവസാനമായിട്ട് ശലോമോൻ്റെ കാലശേഷം ആ രാജ്യം വിഭാഗിച്ചു. അവൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ശലോമോൻ്റെ മകനെ 2 ഗോത്രങ്ങളാണ് കിട്ടിയത്. യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും 2 ഗോത്രങ്ങളാണ് കിട്ടിയത്. ബാക്കി 10 ഗോത്രങ്ങൾ ശമരിയായിട്ട് നോർത്തേൺ കിങ്ഡമായിട്ട് പോയി തൻ്റെ ദാസന് കിട്ടി. ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. ദൈവം പറഞ്ഞതായിരിക്കുന്ന വചനത്തെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ശലോമോൻ അത് വന്നത്. 700 ഭാര്യമാരുടെ ആവശ്യമുണ്ടോ? 300 വെപ്പാട്ടികളുടെ ആവശ്യമുണ്ടോ ശലോമോൻ? ഒരു സ്ത്രീ പോരെ? അല്ല. എന്തിനാണെന്നറിയാമോ? കേവലം ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അടുത്തുള്ളതായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലെ രാജാക്കന്മാരും തൻ്റെ അമ്മായിപ്പന്മാരോ അളിയന്മാരോ ആണ്. പിന്നെ യുദ്ധം ഉണ്ടാകുമോ? ശലോമോൻ ഒരു യുദ്ധം പോലും നടത്തിയിട്ടില്ലാത്ത ആളാണ്. കാരണം ശലോമോനോട് ആരും യുദ്ധം ചെയ്യാൻ വരികയില്ല. ഒന്നുകിൽ അളിയനാണ്, മരുമകനാണ്, പിന്നെ അങ്ങനെ യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ശലോമോൻ വളരെ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അത് ബുദ്ധിയായിരുന്നില്ല. ഈ പേഗൻ രാജ്യങ്ങളാണ്, ജാതീയ രാജ്യങ്ങളിലെ ദേവന്മാരെയും ദേവിമാരെയും കൂടെയാണ് ഈ സ്ത്രീകൾ കൊണ്ടുവന്നത്. ഓരോ സ്ത്രീകളും വാർദ്ധക്യകാലത്ത് ഈ ദേവന്മാർക്കെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അവർക്കെല്ലാം ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്തു. അവസാനം ശലോമോൻ അവിടെയെല്ലാം പോയി വിഗ്രഹപൂജകൾ അർപ്പിക്കേണ്ടതായിട്ട് വന്നു. ദൈവം അവനോട് കോപിച്ചു. ഭയങ്കരമാണ് അല്ലേ? ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ വചനം തൻ്റെ പക്കൽ വെച്ച് ധ്യാനിക്കണമെന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു രാജാവിൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ്റെ കുതിരശക്തിയല്ല. ഒരു രാജാവിൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ്റെ സ്വർണ്ണശക്തിയല്ല. ഒരു രാജാവിൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ്റെ സ്ത്രീശക്തിയല്ല. ഒരു രാജാവിൻ്റെ വിജയമെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം അവന് വിജയം നൽകുന്നു എന്നുള്ളതാണ്. ദൈവം വിജയം നൽകണമെങ്കിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അവൻ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും ചെയ്യണം. ഇന്നും ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നത് സ്വർണ്ണമാണ് ശക്തിയെന്നും കുതിരയാണ് ശക്തിയെന്നും ഒക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഭാര്യയാണ് ശക്തി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു പുരുഷൻ ഒരു ഭാര്യ എന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. അതിനപ്പുറത്തേക്ക് ആര് പ്രവർത്തിച്ചാലും അവരെ ദൈവത്തിൻ്റെ പ്രമാണത്തെ വളച്ചൊടിച്ച് പാപത്തിലേക്ക് വീഴുന്ന ആളുകളാണ്. അങ്ങനെ നമുക്കൊരിക്കലും സംഭവിക്കരുത്. ഇപ്പം ശലോമോനൊന്നും ഉണ്ടായിരുന്നില്ല. മോശയുടെ കാലത്താണ് ഇതൊക്കെ നൽകിയത്. ശലോമോൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ 100,000 വർഷം കഴിഞ്ഞാൽ ശലോമോൻ വരുന്നത്. എന്നിരുന്നാലും ശലോമോൻ അതെല്ലാം ലംഘിച്ചതുകൊണ്ട് അവനെ ഇസ്രായേലിലെ ഏറ്റവും ജ്ഞാനിയായ രാജാവ് എന്നവന് പേരുണ്ടായിരുന്നെങ്കിലും ഇസ്രായേലിലെ ഏറ്റവും ഭോഷനായ രാജാവായിരുന്നു. കാരണം എന്താണ്? ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്നത് ഈ ശലോമോനാണ്. ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്ന സാധ്യതകളും നാം പാഴാക്കി കളഞ്ഞാൽ നാം ഏറ്റവും കഷ്ടവും നഷ്ടവും സഹിക്കുന്നവരായിത്തീരും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവജനത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ നാം ദൈവസന്നിധി വിജയം ഉള്ളവരായിത്തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.